അരി വറ്റൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിലേക്കായി 1 കപ്പ് പച്ചരി 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് ഗ്രൈൻഡറിൽ അരച്ചെടുക്കുകയോ മിക്സിയിൽ തരിയില്ലാതെ പൊടിച്ചെടുക്കുകയോ ചെയ്യാം. നമ്മളിവിടെ മാവ് ആട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ എള്ള് ചേർക്കാം. ആവശ്യമെങ്കിൽ 1-2 നുള്ള് ഓമം അല്ലെങ്കിൽ ജീരകം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിനെ നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിനെ ചെറുതീയിൽ കട്ട പിടിക്കാതെ നന്നായിട്ട് ചൂടാക്കി എടുക്കാം. ഇത് തിളച്ചു പോയാൽ കട്ട പിടിക്കും. അതുകൊണ്ട് തിളയ്ക്കുന്നതിന് മുന്നേ തന്നെ തീ ഓഫ് ചെയ്ത് വാങ്ങണം. അഥവാ കട്ട പിടിച്ചു പോവുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മിക്സിയുടെ ജാറിൽ അരച്ചെടുത്താൽ മതിയാവും. ഇനി മാവിനെ വെയിലത്ത് ഉണക്കിയെടുക്കാം. അതിനു വേണ്ടി നല്ല നിരപ്പുള്ള വൃത്തിയുള്ള സ്ഥലത്ത് ഒരു പായ വിരിച്ച് അതിന് മുകളിലേക്ക് നല്ല വൃത്തിയുള്ള ഒരു വെള്ള തുണി വിരിക്കാം. ഇനി 1 ടേബിൾ സ്പൂണോ ടീസ്പൂണോ ഉപയോഗിച്ച് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിനെ 1 സ്പൂൺ വീതം ഇതിലേക്ക് ഒഴിക്കാം. ഇതുപോലെ ഒഴുകിപ്പോകാത്ത കൺസിസ്റ്റൻസിയിൽ വേണം മാവ് തയ്യാറാക്കാൻ. ഇനി ഇതിനെ 2 മണിക്കൂർ നല്ലപോലെ വെയിൽ കൊള്ളിക്കാം. 2 മണിക്കൂറിന് ശേഷം ഇതിന് മുകളിലേക്ക് ഇതേ തുണിയുടെ ബാക്കി ഭാഗമോ മറ്റൊരു വെയിറ്റ് കുറഞ്ഞ തുണിയോ ഉപയോഗിച്ച് പൊടിയടിക്കാതിരിക്കാനായി മൂടിയിടാം. 2 ദിവസം ഇങ്ങനെ മൂടിയിട്ട് ഉണക്കാം. ഓരോ ദിവസവും ഉണക്കിയതിന് ശേഷം വൈകുന്നേരം ഇതിനെ തുണിയോടെ എടുത്ത് മടക്കി ഒരു പാത്രത്തിൽ അടച്ച് സൂക്ഷിക്കുക. പ്രാണികളൊന്നും കയറാതിരിക്കാനാണ് ഇങ്ങനെ അടച്ചു വയ്ക്കുന്നത്. 2 ദിവസത്തെ വെയിൽ കൊണ്ട് മാവ് നന്നായി ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ തുണിയോടെ തിരിച്ചിട്ട് അതിന് മുകളിലേക്ക് വെള്ളം തളിക്കാം. ഇത് തുണിയിൽ നിന്ന് ഇളക്കിയെടുക്കുമ്പോൾ പൊട്ടിപ്പോകാതിരിക്കാനാണ് വെള്ളം നനയ്ക്കുന്നത്. തുണിയുടെ എല്ലാ ഭാഗത്തും നന്നായി വെള്ളം നനച്ചതിന് ശേഷം ഇതിനെ തിരിച്ചിട്ട് ഓരോന്നായി ഇളക്കിയെടുക്കാം. നമ്മൾ തുണിയിൽ നിന്നും എല്ലാം ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ 5-10 മിനിറ്റ് വെയിലത്ത് വെച്ച് ഈർപ്പം മാറ്റിയെടുക്കാം. ഇനി ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണയോ മറ്റേതെങ്കിലും കുക്കിംഗ് ഓയിലോ ചൂടാക്കാം. ഇനി ഇതിനെ കുറേശ്ശെ തിളച്ച എണ്ണയിലേക്കിട്ട് വറുത്തെടുക്കാം. ഇത് എണ്ണയിൽ പൊങ്ങി വരുമ്പോൾ ഒന്ന് ഇളക്കി കോരി മാറ്റാം.
നമ്മുടെ ഓണം സ്പെഷ്യൽ അരിവറ്റൽ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.